അമേരിക്കയുടെ സൈനിക വിമാനം ഇറാഖിൽ തകർന്നു വീണു. ആക്രമണത്തിൽ തകർന്നതല്ലെന്ന് സ്ഥിരീകരിച്ച് US സെൻട്രൽ കമാൻഡ്. വിമാനത്തിലുണ്ടായിരുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അവ്യക്തം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. CPIM ബന്ധം വിച്ഛേദിച്ച G സുധാകരന്റെ തുടർ നീക്കങ്ങൾ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. പ്രതിരോധം തീർക്കാൻ CPIM ഇന്ന് ആലപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ജനറൽ ബോഡി. പിന്തുണാ ശ്രമങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. സുധാകരനെ നേരിൽ കണ്ട് ഡീലുറപ്പിക്കാൻ ചർച്ചകൾ. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ജില്ലാ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. പൊതുസ്വതന്ത്രരുടെ കാര്യത്തിലും ഇന്ന് ധാരണയാകും. സുധാകരന്റെ നീക്കങ്ങളും ചർച്ചയാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 5 ചുരുക്കുന്നതിൽ തീരുമാനമെടുത്തേക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടിൽ ധാരണയാകും. യോഗം ചേരുക വൈകിട്ട് 4-ന് ഓൺലൈനായി. മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയെന്ന് പ്രതിഭാഗം. വെള്ളനാട് ശശിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധം. അമേരിക്ക മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. സ്ഫോടക വസ്തുക്കളുള്ള വാഹനം സിനഗോഗിലേക്ക് ഇടിച്ചുകയറ്റി. അക്രമിയെ വധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ. അന്വേഷണം ആരംഭിച്ച് FBI.